ക്ലാസ്സിലെ ഫസ്റ്റത്തെ ബ്രൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബ്രൈഡ് ടു ബി കൊടുക്കാം. അങ്ങനെ ബ്രൈഡ് ടു ബി വീഡിയോ ആണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ നടത്തുന്നത്. ഭയങ്കര സന്തോഷം. എൻ്റെ ഇടയിൽ കുറച്ച് കോമഡിയും കളിയും ചിരിയും തമാശ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. തന്നെ പോയിട്ട് പൈസ കളക്ട് ചെയ്യുന്ന ചടങ്ങായിരുന്നു കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ബുധനാഴ്ചത്തേക്കായിരുന്നു. പക്ഷേ ഇത് തിങ്കളാഴ്ചയാണ് നടത്തിയത്. കാരണം നമ്മുടെ ബ്രൈഡ് പിന്നെ ബുധനാഴ്ച ആകുമ്പോൾ വരൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ തിരക്കൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പോയി നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ക്ലാസ്സിൽ എന്തായാലും വരുമെന്ന് അറിയാം. അതുകൊണ്ട് നേരത്തെ കൊണ്ട് സ്റ്റാഫ് റൂമിലാണ് വെച്ചിരുന്നത്. അങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് ഇറങ്ങിയപ്പോൾ അതാ അവിടെ നിൽക്കുന്നു. വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് ഇവള് പോകണില്ല, അവിടെ തന്നെ നിൽക്കുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വിളിച്ചിരുന്നു. എൻ്റെ കൂടെ ടീച്ചർ അവിടെ നിന്ന്. പിന്നെ ബാക്കി ടീച്ചേഴ്സൊക്കെ വന്നു. അപ്പോൾ ആമ്പിൾ ടീച്ചർ ഒന്ന് ടീച്ചർ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ടീച്ചർ കൊണ്ടുപോയി. ആ ഗ്യാപ്പിൽ ഞാൻ വരും. എന്താണെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കുറേ പേര് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കിത് മനസ്സിലായില്ല. നമ്മളെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ എല്ലാവരും സന്തോഷമായിട്ട് കട്ട് ചെയ്യണം. എല്ലാവർക്കും കാര്യം അതുല്യയുടെ കല്യാണമല്ലേ, അതിനോട് അനുബന്ധിച്ച് നമ്മൾ എല്ലാവർക്കും കൂടെ ഒരു സന്തോഷം. ടീച്ചേഴ്സും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ. വലിയ വെടി ഒന്ന്, ചെറിയ വെടി ഒന്ന്. ഇത് വലിയ വെടി, ഇത് ചെറിയ വെടി. ഇത് വലിയ വെടി, ചെറിയ വെടി. അങ്ങനെ നമ്മളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. വേറെയും കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ഇപ്പോൾ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ ബ്രൈഡ് വന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സാധാരണ എല്ലായിടത്തും സംഭവിക്കും പോലെ അവിടെ അത് ഫ്ലോപ്പായി പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല. വേറൊരു പ്ലാൻ 2 എന്തായാലും വാങ്ങിയിട്ടോ. ഒന്നും പൊട്ടിയില്ലെങ്കിൽ ഒന്ന്. അതേപോലെ അത് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ ബ്രൈഡിനെ കുറച്ച് മേക്ക് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബ്രൈഡിന് വേറെ ഡ്രസ്സൊക്കെ നമ്മൾ വിചാരിച്ച ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറയാമെന്ന്. പക്ഷേ ഒന്നും പറ്റില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബ്രൈഡ് ജീൻസും ഷർട്ടും ആയിപ്പോയി. പക്ഷേ അതിൻ്റെ ഒരു നാണമൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടിക്ക് ഭയങ്കര നാണമൊക്കെ വരക്കായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി. ഹാപ്പി കല്യാണം ടു യു, ഹാപ്പി കല്യാണം ടു യു. അങ്ങനെ നമ്മളും ടീച്ചേഴ്സും നമ്മുടെ ജൂനിയേഴ്സും അങ്ങനെ കുറച്ചധികം പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലായിട്ട് അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിലും ആയാലും കുട്ടികളിലായാലും കുറച്ച് പേര് ഇല്ലായിരുന്നു. അങ്ങനെ അവരൊക്കെ ഒന്ന് മിസ് ചെയ്തു. അതിനുശേഷം കേക്ക് കട്ട് ചെയ്ത് അഭിമാനം. ഓ കൺഫ്യൂഷനായി. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. അമ്മയ്ക്ക് കൊടുത്തു, ഫ്രണ്ട്സിന് തന്നു, പിന്നെ ടീച്ചേഴ്സിന്, അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അവൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ സർപ്രൈസ് ആയെന്നാണ് പറഞ്ഞത്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഉള്ള തീരുമാനമായിരുന്നു അവൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒരു സൂചന പോലും കിട്ടാതെ നമ്മൾ ചെയ്തതാണ്. ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും കിടിലമായിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കില്ല. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കിട്ടി. ഇപ്രാവശ്യം എല്ലാവർക്കും കിട്ടി. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടാറില്ല. പതിവായിട്ടും അങ്ങനെ കിട്ടാറൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പിയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് നമ്മുടെ അതുല്യ കല്യാണം കഴിക്കാൻ പോണ ഗൈസ്.